Taking a leap towards achieving the status of an investment hub, I conclude by telling this distinguished gathering that for making Kerala an investment destination, the government of Kerala shall strain every nerve and leave no stone unturned. We have an end-to-end approach with a holistic perspective to implement our plan, not incrementally but substantially. നമ്മളൊരു പുതിയ കൾച്ചറാണ്, പുതിയൊരു സംസ്കാരത്തിനാണ് തുടക്കമിടുന്നത്. കേരളം ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആവണം, വ്യവസായ സൗഹൃദം ആവണം, കേരളത്തിൽ സംരംഭങ്ങൾ വരണം. അതിനുള്ള എല്ലാ പൂർണ്ണമായ പിന്തുണയും ഗവൺമെന്റിന് കൊടുക്കും. നെഗറ്റീവായിട്ട് നിൽക്കില്ല. തെറ്റായ കാര്യങ്ങൾ ചോദ്യം ചെയ്യും. സുതാര്യമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ ചോദ്യം ചെയ്യും. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറയുക, അവർ പ്രതിപക്ഷത്ത് വരുമ്പോഴും അവരും അതേപോലെ തന്നെ ഈ ഒരു പുതിയ സംസ്കാരം കണ്ടിന്യൂ ആണ്. ഇനി ആര് പ്രതിപക്ഷത്ത് വന്നാലും കേരളത്തിൽ. ഉത്തരവാദിത്ത നിക്ഷേപം, ഉത്തരവാദിത്ത വ്യവസായം, ഈ നയത്തിന്റെ വിളംബരമായിരുന്നു കൊച്ചിയിൽ ഇന്ന് തുടങ്ങിയ ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയിലൂടെ സർക്കാർ നടത്തിയത്. വ്യവസായ അനുമതികൾ ഇനി ചുവപ്പ് നാടയിൽ കുടുങ്ങില്ലെന്നും ഒരു നിക്ഷേപകനും കേരളത്തിൽ നിന്ന് മടങ്ങേണ്ടി വരില്ല എന്നും വേദിയിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന് സാക്ഷിയായത് 3000-ലധികം സംരംഭകരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമാണ്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മുന്നേറ്റങ്ങളെ പ്രശംസിച്ച ശശി തരൂരിനെ എതിർത്തെങ്കിലും വ്യവസായ പുരോഗതിക്കായുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സമീപനം. ഇന്ന് 2003-ൽ AK ആന്റണി സർക്കാരിന്റെ കാലത്ത് നടത്തിയ ജിം മുതൽ 22 വർഷത്തിനിടെ കേരളം ഒരുക്കുന്ന 4ാമത്തെ ആഗോള നിക്ഷേപക സംഗമമാണ് ഇന്നത്തേത്. എന്നിട്ടും നവസംരംഭങ്ങളെ കൊടികുത്തി പായിച്ചും ചുവപ്പ് നാട കുരുക്കിൽ മനം മടുത്ത് സംരംഭകർ ജീവനൊടുക്കിയതും ഉൾപ്പെടെ ഇരുണ്ട അനുഭവങ്ങളിലൂടെ കടന്നുപോയ നമ്മുടെ നാട്ടിൽ നിക്ഷേപങ്ങൾക്കായുള്ള ആഗോള സംഗമം ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുമോ? എൻകൌണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം.